സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തിലെ വചനചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്ന സംഭവമാണ് വിശുദ്ധ യോഹന്നാൻ ഈ വേദഭാഗത്ത് വിവരിക്കുന്നത്. പ്രധാനമായ 2 ആശയങ്ങൾ ഇവിടെ ദൃശ്യമാണ്. ഒന്നാമതായി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു. ദീർഘനേരം യേശുവിനെ അനുവാദനം ചെയ്ത പുരുഷാരം അവന്റെ ലാവണ്യ വാക്കുകളിൽ പരിസരവും സമയവും വിസ്മരിക്കുന്നു. വിശന്ന ജനത്തിന് ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണെന്ന് യേശു മനസ്സിലാക്കുന്നു. എന്നാൽ ഇത്രയേറെ ജനത്തിന് ഭക്ഷണം നൽകുന്നത് പ്രായോഗിക ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യമാണ്. ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുവാൻ യേശു ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുന്നു. തീർത്തും അസാധ്യമായ ഒരു സംഗതിയാണ് കർത്താവ് ആവശ്യപ്പെടുന്നതെന്ന് ഒരു മറുചോദ്യത്തിലൂടെ ഫിലിപ്പോസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ജനത്തിന് ഭക്ഷണം നൽകി തൃപ്തിയാക്കുന്നതിലൂടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് മനുഷ്യന്റെ പങ്കാളിത്തം അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ്. കേവലം 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം ജനങ്ങളെ പോഷിപ്പിച്ച കർത്താവിന് അതില്ലാതെ തന്നെ ജനങ്ങളുടെ വിശപ്പടക്കാമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പങ്കാളിത്തം ദൈവിക പ്രവർത്തനത്തിന് ആവശ്യമാണെന്നും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കർത്താവ് ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, വിശന്നു വലയുന്ന അനേകർക്ക് അപ്പം നൽകുവാൻ നമ്മുടെ പങ്കാളിത്തം കർത്താവ് ആവശ്യപ്പെടുന്നു. നാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് രക്ഷ സാധ്യമാക്കി തീർക്കുവാൻ നമ്മുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഈ കർത്താവിന് പ്രവർത്തിപ്പാൻ അല്പം മതി, നമ്മുടെ കൈവശം അല്പമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട. ഉള്ളത് കൊണ്ടുവരിക, അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അതിലൂടെ ബഹുപുരുഷാരത്തെ അവിടുന്ന് നിറയ്ക്കും. നമുക്കുള്ളതിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് സന്നദ്ധരാകാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകളിലൂടെ അനേകർ തൃപ്തരാകുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാഥം, ദ ഹെവൻലി വോയ്സ്. മാത്രമാണെന്റെ ആശ, നിന്നെപ്പോലെ ഞാനാകണം. മണ്ണിലെനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം, നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ ഭാവം, നിന്റെ രൂപം